ഞാനും എൻ്റെ ഭർത്താവും കൂടി ഉത്രാടപ്പാച്ചിൽ തുടങ്ങാൻ പോകണതാണ് കേട്ടോ. രാവിലെ ഞങ്ങൾ പോവുകയാണ് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഉത്രാടപ്പാച്ചിലിന് മുമ്പ് തന്നെ ഒരു ഉത്രാടത്തല്ലുണ്ടാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങണത് കേട്ടോ. ബാക്കി ഇനി എവിടെ നിന്നാണ് സാധനങ്ങൾ വാങ്ങിക്കുന്ന ആ സ്ഥലമൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ എഡിറ്റ് ചെയ്ത് മരിക്കും, നോക്കിക്കോ. ഓക്കെ, ഉത്രാടപ്പാച്ചിലിന് കഴിഞ്ഞിട്ടാ പച്ചക്കറി എല്ലാം വാങ്ങിച്ച് അത് വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ തിരുവോണ സദ്യക്ക് ഉള്ള ഊർജ്ജമാണ് എനിക്ക് കേട്ടോ. രാവിലെ ഇതേ മസാലദോശ ആര്യാസിന്ന് വന്ന് കഴിക്കുവാണ്. ഇതാണ് നാളത്തേക്കുള്ള ഊർജ്ജമാണ്, നാളെ വൈകുന്നേരം വരത്തേക്കുള്ള ഊർജ്ജമാണ് കേട്ടോ. ചേട്ടനപ്പുറത്തിരുന്ന് കഴിക്കണേണ്, ഞാൻ കഴിക്കാൻ പോവുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതേ ഇതെൻ്റെ പുതിയ ഉത്രാട നൈറ്റിയാണ് കേട്ടോ. കണ്ടതേ ഉത്രാട പൂ പോലെ ഇതേ കണ്ടോ, നല്ല പൂക്കളൊക്കെ ഉള്ള നല്ല അടിപൊളി നൈറ്റി ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള ഒരു ചേച്ചി ഇൻസ്റ്റാൾമെൻറ്റിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കൊടുക്കൂട്ടോ, പാവം ചേച്ചിയാണ് കേട്ടോ. ഫസ്റ്റ് എനിക്കായിരിക്കും അവരെപ്പോഴും തരുന്നത്. അപ്പോൾ അതേ പച്ചക്കറിയൊക്കെ പോയി വാങ്ങിച്ച് ഉത്രാടപ്പാച്ചിലുള്ള പച്ചക്കറിയാണ് കേട്ടോ. ഈ കാണുന്നത് പച്ചക്കറിക്കൊക്കെ നല്ല വിലയുണ്ട്. ക്യാരറ്റ് വാങ്ങിച്ച്, കേബേജ് വാങ്ങിച്ച്, ചേന വാങ്ങിച്ച്, വഴുതനങ്ങ വാങ്ങിച്ച്, പിന്നെ ഇഞ്ചി കുറച്ചേ വാങ്ങിച്ചുള്ളൂ. ഇഞ്ചി അച്ചാറ് എൻ്റെ ഒരു ഫ്രണ്ട് സെയിൽ ചെയ്യുന്നുണ്ട്, അപ്പം ഞാൻ അത് വാങ്ങിച്ച്. പിന്നെ അതേ അച്ചിങ്ങ എല്ലാം ഇത്തിരിച്ച വാങ്ങിച്ചുള്ളൂ. എന്തിനാണെന്നറിയോ, ഈ ഫ്രിഡ്ജിൽ വെച്ച് കളയണേ എന്തിനാണ് അത് ഓർത്തിട്ട്. പിന്നെ ഇത് ഒരു 2-3 ചിപ്സ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ആരും ഇല്ലെന്നേ, അവരൊക്കെ വരുവേ ഉള്ളൂ. വരുമ്പോൾ ഇതൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കണ്ടേ. ഇത് ഒരു ബീറ്റ്റൂട്ട് പച്ചടിക്കുള്ളത്, പിന്നെ പേരിന് ഒരു മാങ്ങ അച്ചാറ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഉള്ളി, സവാള, ഇതിനെല്ലാത്തിനും കൂടി 765 രൂപയായി കേട്ടോ. എല്ലാ